Today our topic is system of profound knowledge. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെമിങ്ങിൻ്റെ 14 പോയിൻറ്റ്സ് കണ്ടു. ഓരോ പോയിൻറ്റ്സും എങ്ങനെ ക്വാളിറ്റി കൂട്ടാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡെമിങ്ങിൻ്റെ കൺസെപ്റ്റുകളായിരുന്നു. ഇനി നമ്മൾ അടുത്ത പോകുന്നത് സിസ്റ്റം ഓഫ് പ്രൊഫൗണ്ട് നോളജാണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് പറയുന്ന കാര്യം അപ്രീസിയേഷൻ ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ഫങ്ഷൻസിനെയുമാണ് സിസ്റ്റം എന്ന് പറയുന്നത്. A system is a set of functions or activities within an organization that work together for the aim of the organization. ഇപ്പോൾ ഓർഗനൈസേഷനിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ എല്ലാ ഫങ്ഷൻസും അതിൻ്റെ എല്ലാ ഉദ്ദേശം എന്താണ്? ടു അച്ചീവ് ദ എയിം. എന്താണോ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അല്ലെങ്കിൽ എയിം എന്താണോ ആ എയിമിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും ഒരു ഓർഗനൈസേഷനിൽ നടക്കുക. മീൻസ് ഒരു മികച്ച പ്രോഡക്റ്റ് ആയിരിക്കും, മികച്ച രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ആ കമ്പനി അല്ലെങ്കിൽ ടോപ്പ് 1 എന്ന കാറ്റഗറിയിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ കമ്പനി എന്തൊക്കെയാണോ എയിം ചെയ്യുന്നത് ആ എയിമിലേക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ദാറ്റ്സ് എ സിസ്റ്റം. കമ്പോണൻസ് മസ്റ്റ് വർക്ക് ടുഗദർ. മാനേജ്മെൻറ്റ് മസ്റ്റ് ഒപ്റ്റിമൈസ് ദ സിസ്റ്റം. ഇനി ഈ സിസ്റ്റത്തിൽ ആരൊക്കെയുണ്ട്? സപ്ലയേഴ്സ് ഉണ്ടാകും, പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാകും, കസ്റ്റമേഴ്സ് ഉണ്ടാകും. ഇവരെല്ലാം മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡ് ദ ഓവറോൾ പ്രോസസ്സ്. ഒരു സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രോസസ്സും അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ദാറ്റ്സ് അപ്രീസിയേഷൻ ഓഫ് എ സിസ്റ്റം. ദെൻ സിസ്റ്റം ഓഫ് പ്രൊഫൗണ്ട് നോളജ്. അതിൽ നോളജ് ഓഫ് വേരിയേഷനാണ് സെക്കൻഡ് പോയിന്റ്. എന്താണ് വേരിയേഷൻ? ഒരു കമ്പനിയിൽ വേരിയേഷൻ ഉണ്ടാകുന്നു. മീൻസ് സ്റ്റേബിൾ അല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകൾ അത് ഭയങ്കര വേരിയേഷൻ കാണിക്കുന്നു. മീൻസ് എന്താണോ നമുക്ക് വേണ്ട ആ ഒരു ട്രൂ വാല്യൂ അല്ലെങ്കിൽ എന്താണോ നമുക്ക് വേണ്ട ടാർഗറ്റ് വാല്യൂ അതിൽ നിന്നും വേരിയേഷൻ വരുന്നു. അപ്പോൾ അത്തരത്തിലുണ്ടാകുന്ന വേരിയേഷൻസ് ആ വേരിയേഷൻസ് ഏറ്റവും മിനിമം ലെവലിലേക്ക് മാറണം. എന്താണോ ട്രൂ വാല്യൂ ആ ട്രൂ വാല്യൂവിൽ തന്നെ എത്തുക. മീൻസ് ആ ട്രൂ വാല്യൂവിൽ നിന്ന് മാറിപ്പോകുന്നതെല്ലാം വേരിയേഷനാണ്. ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നു. ഫോർ എക്സാമ്പിൾ 10 mm ഡയമീറ്ററുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ നിർമ്മിക്കുമ്പോൾ 9 mm 12 mm ഉള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് റിജക്റ്റ് ആയി പോകും. കാരണം അത് ഫെയിലിയേഴ്സാണ്. 10 mm പ്രോഡക്റ്റാണ് നമുക്ക് നിർമ്മിക്കേണ്ടതെങ്കിൽ 10 mm തന്നെ വേണം. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അതിനടുത്തുള്ള 9.8 അല്ലെങ്കിൽ 10.1 ആ റേഞ്ചിലുള്ള പ്രോഡക്റ്റുകളായിരിക്കണം നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ളത്. അപ്പോൾ ആ വേരിയേഷൻ അത് ഏറ്റവും മിനിമത്തിലേക്ക് കൊണ്ടുവന്ന് എന്താണോ ടാർഗറ്റ് വാല്യൂ ആ ടാർഗറ്റ് വാല്യൂ മാക്സിമം അച്ചീവ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അച്ചീവ് ചെയ്യണമെങ്കിൽ വേരിയേഷൻ മാക്സിമം ഒഴിവാക്കണം. വേരിയേഷനുള്ള സാധ്യതകൾ മേ ബി അത് ഇപ്പോൾ ചെയ്യുന്ന പ്രോസസ്സിലുണ്ടാകുന്ന ക്വാളിറ്റി കുറവായിരിക്കാം, അല്ലെങ്കിൽ മെത്തേഡ്സ് സ്വീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ടെക്നോളജികൾ സ്വീകരിച്ചിരിക്കുന്ന എല്ലാം സ്യൂട്ടബിൾ അല്ല, നമുക്ക് വേരിയേഷൻ ഉണ്ടാക്കാൻ കാരണക്കാരായ മെത്തേഡ്സുകളായിരിക്കാം. പ്രോഡക്റ്റിൽ നമ്മളൊരു മെഷീനറി ഫോർ എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ 10 mm ഡയമീറ്ററുള്ള ഒരു ഷാഫ്റ്റാണ് നിർമ്മിക്കുന്നത്. പക്ഷേ എക്യുപ്മെൻറ്റ് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ ഓൾഡ് എക്യുപ്മെൻ്റ് ആണ്, ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷീൻ അല്ല എന്ന കാരണത്താൽ നിർമ്മിച്ച പ്രോഡക്റ്റുകൾ കുറേ പ്രോഡക്റ്റിന് പല ഡയമെൻഷനായി വന്നു. അപ്പോൾ അവിടെ നല്ല വേരിയേഷൻ ഉണ്ടായി നിർമ്മിച്ച പ്രോഡക്റ്റുകളിൽ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ കമ്പനിക്ക് നഷ്ടം വന്നു. കാരണം 10 mm ഡയമീറ്ററുള്ള ഷാഫ്റ്റ് നിർമ്മിക്കുന്ന ഷാഫ്റ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എക്യുപ്മെൻറ്റിലെ ആ ഒരു ആക്യുറസി കുറവ് മൂലം നമുക്ക് 9 mm ഉള്ള ഷാഫ്റ്റും 12 mm ഉള്ള ഷാഫ്റ്റും 7 mm ഉള്ള ഷാഫ്റ്റും ഒക്കെ നമുക്ക് ഈ എക്യുപ്മെൻറ്റിൽ നിന്ന് കിട്ടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ നമ്മൾ നിർമ്മിച്ച പ്രോഡക്റ്റുകളിൽ കുറേ പ്രോഡക്റ്റുകളെല്ലാം ചേർത്ത് വെക്കുമ്പോൾ നല്ല വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ അവിടെ ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നു. സോ ആ ഫെയിലിയേഴ്സിനെ മാക്സിമം കുറച്ചുകൊണ്ട് ടാർഗറ്റ് വാല്യൂ ആയ 10 mm തന്നെ പ്രോഡക്റ്റ് നിർമ്മിക്കണമെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റ് നിർമ്മിക്കാൻ സ്വീകരിക്കുന്ന മെത്തേഡ്സ്, പ്രോസസ്സ്, എക്യുപ്മെൻറ്റ്സ് എല്ലാം ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. അപ്പോൾ reduce the variations over time.
ദെൻ അടുത്തതാണ് തിയറി ഓഫ് നോളജ്. സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ കണ്ടിന്യൂസ് സ്റ്റഡി ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു, ഒരു ഓർഗനൈസേഷൻ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും. അപ്പോൾ ആക്ടിവിറ്റീസ് എല്ലാം ഒരു പർട്ടിക്കുലർ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഗോളിലേക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ആ പർട്ടിക്കുലർ ഗോളിലേക്ക് റീച്ച് ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളുണ്ടാകാം, പ്രോബ്ലംസ് ഉണ്ടാകാം, എറേഴ്സ് ഉണ്ടാകാം, ഫെയിലിയേഴ്സ് ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ കണ്ടെത്തണം, അല്ലെങ്കിൽ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യണം. ഇതൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തിനെ നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ഓർഗനൈസേഷനിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും എന്തൊക്കെയാണ്, ആ ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടോ, മീൻസ് ഫെയിലിയേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ റൺ ചെയ്യുന്ന മെത്തേഡ്സ്, അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന രീതി കൂടുതൽ ഫെയിലിയർ ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ടോ. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സിസ്റ്റത്തിനെ നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിൽ ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കുക. എങ്കിൽ മാത്രമേ ഔത്തിൽ നിന്ന് ഒരു ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ മനസ്സിലാക്കാൻ പറ്റും. അതുമാത്രമല്ല, എവിടെയൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉള്ളത്, എവിടെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ് തന്നെ റീപ്ലേസ് ചെയ്ത് പുതിയൊരു മെത്തേഡ് ഇന്നോവേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് ആണ് നോളജ് ഓഫ് സൈക്കോളജി. സൈക്കോളജി മീൻസ് ഹ്യൂമൻ സൈക്കോളജി. അതിനെ പൂർണ്ണമായും മനസ്സിലാക്കുക. ഹ്യൂമൻ സൈക്കോളജി എന്ന് പറയുമ്പോൾ ഇവിടെ ഹ്യൂമൻസായി വരുന്നത് എംപ്ലോയീസ് ആണ്, അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സാണ്. എംപ്ലോയീസിൻ്റെ സൈക്കോളജി എങ്ങനെയാണ്, അവർ മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് മാക്സിമം എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഒരു കമ്പനി. മീൻസ് അവർക്ക് ഒരു എംപവർമെൻറ്റ് കൊടുക്കണം, അവരെ റെക്കഗ്നൈസ് ചെയ്യണം, അവർക്ക് റിവാർഡ് കൊടുക്കണം, അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം, തുടങ്ങി ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സ്, അവരുടെ സൈക്കോളജി എങ്ങനെയാണ്, അവരെന്തൊക്കെയാണ് എയിം ചെയ്യുന്നത്, കാലത്തിനനുസരിച്ച് അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ എക്സ്പെക്റ്റേഷൻസ് ഏതൊക്കെ രീതിയിലേക്ക് പോകും അല്ലെങ്കിൽ പോകാം, അവരുടെ ഫ്യൂച്ചർ ഡിമാൻഡ്സ് എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് എംപ്ലോയീസിനെ സംബന്ധിച്ച് ഫിയർ. മാനേജ്മെൻറ്റും എംപ്ലോയിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഫിയർ ആണ് എങ്കിൽ അവിടെ ആ ഫിയറിനെ റിമൂവ് ചെയ്തുകൊണ്ട് അവരെ മാക്സിമം എംപവർ ചെയ്യണം, എംപ്ലോയീസിനെ എംപവർ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഹ്യൂമൻ സൈക്കോളജി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ആ ഹ്യൂമൻ സൈക്കോളജി വെച്ചുകൊണ്ടായിരിക്കണം എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യേണ്ടതും കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യേണ്ടതും. അപ്പോഴാണ് എംപ്ലോയീസ് മാക്സിമം പ്രൊഡക്റ്റീവായി മാറുന്നത്. അതോടൊപ്പം തന്നെ കസ്റ്റമറിനെ നമ്മൾ കൂടുതലായിട്ടും ഓർഗനൈസേഷന് മനസ്സിലാക്കാൻ സാധിക്കുക. Then the leader manager must be aware that everyone differs from one another. ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ്, ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ടാകും. അതിൽ ഓരോ വ്യക്തികളും ഡിഫറൻ്റ് ആണ്. ഓരോ വ്യക്തികളെയും ട്രീറ്റ് ചെയ്യേണ്ട രീതി ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് ഓരോ വ്യക്തികളെയും ഇൻഡിവിജ്വലി അവരെ പരിഗണിക്കുക, ദെൻ അവരെ എംപവർ ചെയ്യുക. Aware that everyone differs from one another, identify these differences and use them for optimizing everyone's talents and preferences. ഓരോ വ്യക്തികളും ഡിഫറൻ്റ് ആണ്. അപ്പോൾ അവരുടെ ഓരോരുത്തരെയും യുണീക്കായിട്ടുള്ള ഐഡൻറ്റിറ്റി മനസ്സിലാക്കി അതനുസരിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്ത് എംപവർ ചെയ്ത് മാക്സിമം അവരെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റണം. അത് മാറ്റണമെങ്കിൽ ഹ്യൂമൻ സൈക്കോളജി അറിയണം. അപ്പോൾ ഹ്യൂമൻ സൈക്കോളജി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു മാനേജ്മെൻറ്റ് എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യാൻ. ദെൻ ഡെമിങ്ങിൻ്റെ അടുത്ത കോൺട്രിബ്യൂഷനാണ് PDCA സൈക്കിൾ, പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ PDCA എന്ന് പറയുന്ന ഒരു ഇമ്പ്രൂവ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. ഇപ്പം നമ്മളൊരു മെത്തേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ മെത്തേഡിന് പകരം പുതിയൊരു മെത്തേഡ് നമ്മൾ സ്വീകരിക്കുന്നു. അപ്പോൾ ആ പുതിയ മെത്തേഡ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുന്നു. മീൻസ് നമ്മളൊരു മെത്തേഡ് ഇപ്പം സ്വീകരിച്ചു, ആ മെത്തേഡിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ ആ മെത്തേഡ് ഒന്ന് മാറ്റിയിട്ട്
പുതിയൊരു മെത്തേഡ് നമ്മൾ പ്ലാൻ ചെയ്തു. എന്നിട്ട് ദെൻ അത് നമ്മളൊന്ന് ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കി. ജസ്റ്റ് ട്രയൽ റൺ എന്ന രീതിയിൽ ഒന്ന് നടത്തി നോക്കിയപ്പോൾ റിസൾട്ട് എങ്ങനെയാണ് എന്നുള്ളത് ചെക്ക് ചെയ്തു. മീൻസ് ഒരു കമ്പനി എടുക്കുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നു. ഒരുപാട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതിലൊരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം എടുക്കുന്നു. എന്നിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു പ്രോസസ്സ് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതി മാറ്റി പുതിയൊരു രീതി അഡോപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് എന്ന് നമുക്ക് നോക്കണം. അതിനു വേണ്ടിയാണ് PDCA. ദെൻ നമ്മൾ ആദ്യം ആ പുതിയ കാര്യം എങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയ ആ ഒരു ടെക്നോളജി, പുതിയ മെത്തേഡ് എങ്ങനെയാണ് എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നു. ദെൻ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കുന്നു. ട്രയൽ റൺ നടത്തി നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കുന്നു. ആ റിസൾട്ട് ബെറ്റർ ആണ് എങ്കിൽ, മീൻസ് പഴയുള്ള ആ മെത്തേഡിൽ നിന്നും പുതിയ മെത്തേഡ് സ്വീകരിച്ചപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. മീൻസ് ക്വാളിറ്റി ഒന്നും കൂടെ കൂടാൻ ഹെൽപ്പ് ചെയ്തു. മീൻസ് എറേഴ്സ് അല്ലെങ്കിൽ ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നതിൻ്റെ റേറ്റ് കുറയ്ക്കാൻ സാധിച്ചു എങ്കിൽ ആ പുതിയ പ്ലാൻ ചെയ്ത മെത്തേഡ് ഫുള്ളായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യും. നേരത്തെ ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഒരു സെക്ഷനിൽ മാത്രം ട്രയൽ റൺ നടത്തി നോക്കി സക്സസ് ആയതിനെ ഫുൾ കമ്പനി മുഴുവനായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. അപ്പോൾ അതാണ് PDCA. ദെൻ ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീലാണ്. പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്. ഒരു പുതിയ കാര്യം, പുതിയ രീതി പ്ലാൻ ചെയ്യുന്നു. ദെൻ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കുന്നു. ഒന്ന് റൺ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കുന്നു. അത് സക്സസ് ആണെങ്കിൽ പിന്നെ അതങ്ങ് തുടരുന്നു. എഗെയിൻ പുതിയ ഒരു കാര്യം ഇൻവെൻറ്റ് ചെയ്യുന്നു. മീൻസ് ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്ത് പോകുന്നു. നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ഒന്നും കൂടെ മികച്ചതാക്കുന്നു ഒരു സ്റ്റെപ്പ്. ദെൻ അതിനുശേഷം ഒന്നും കൂടെ മികച്ചതാക്കുന്നു നെക്സ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്താണോ കമ്പനിയുടെ ഗോൾ, അല്ലെങ്കിൽ ഏറ്റവും പീക്കായിട്ടുള്ള എന്താണോ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്വാളിറ്റി ലെവൽ, അതിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ അതിനുള്ളൊരു സ്ട്രാറ്റജിയാണ് PDCA. അപ്പോൾ PDCA ഒരു ഡെമിംഗ് വീൽ എന്ന് പറയും. ഇതിൻ്റെ ഒരു ആശയം ഇതാണ്: കോൺസ്റ്റൻ്റ്ലി ഇമ്പ്രൂവ്. പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നു, ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. അത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പഴയ ഒരു ലെവലിൽ നിൽക്കാതെ ഒരു പടി ഇമ്പ്രൂവ് ചെയ്യുന്നു, എഗെയിൻ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പുതിയ കാര്യങ്ങൾ, പുതിയ മെത്തേഡ്സ് അല്ലെങ്കിൽ പുതിയ പ്രോസസ്സ് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്ലാൻ മീൻസ് പ്ലാനിങ് ഫോർ ഇമ്പ്രൂവ്മെൻറ്റ്. ഒരു പ്രോസസ്സ് റൺ ചെയ്യുന്നുണ്ട്, അതിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, പുതിയ മെത്തേഡ് എന്ത് അല്ലെങ്കിൽ പുതിയ രീതി എങ്ങനെ എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നു. ദെൻ ഡു ഫേസിൽ ട്രയൽ റൺ നടത്തി നോക്കുന്നു. ദെൻ ചെക്ക് ആൻഡ് സ്റ്റഡിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത അതോടൊപ്പം തന്നെ റൺ ചെയ്യുന്ന ആ ഒരു പുതിയ മെത്തേഡ് അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യുന്നു. ദെൻ ആക്ട്. ലാസ്റ്റ് ആ റിസൾട്ട് ഓക്കെ ആണെങ്കിൽ ദെൻ നമുക്കത് ഫൈനലായിട്ട് അതങ്ങ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. അത് നമ്മുടെ കമ്പനിയുടെ ഭാഗമാക്കി മാറ്റുന്നു. ദെൻ ഫോർത്ത് കോൺട്രിബ്യൂഷനാണ് ഡെമിങ്ങിൻ്റെ 7 ഡെഡ്ലി ഡിസീസസ്. ഒരു മാനേജ്മെൻറ്റിനെ നശിപ്പിക്കുന്ന ഡിസീസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുക. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് മാനേജ്മെൻറ്റ് ബൈ വിസിബിൾ ഫിഗേഴ്സ് ഓൺലി. പ്രോഫിറ്റ് മാത്രം, അല്ലെങ്കിൽ ഇത്ര പ്രോഡക്റ്റ് ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഇത്ര പ്രോഡക്റ്റ് ഇറക്കണം, ഇത്ര ലാഭം വേണം എന്ന രീതിയിൽ വിസിബിൾ ഫിഗേഴ്സ്, അതിൻ്റെ ബേസിൽ മാത്രം മാനേജ്മെൻറ്റ് ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യുകയാണെങ്കിൽ അവിടെ നല്ല ക്വാളിറ്റി ഉള്ളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല. മറിച്ച് നമ്മൾ നേരത്തെ ഡെമിങ്ങിൻ്റെ പോയിന്റിൽ പറഞ്ഞ പോലെ നമ്മൾ ജസ്റ്റ് ക്വാണ്ടിറ്റി ആയിരിക്കും അവിടെ ഉദ്ദേശിക്കുക, ക്വാളിറ്റി അല്ല. അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ടും ഡെമിങ് പറയുന്ന പോയിന്റ് ഇതാണ്: ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയാണ് നമ്മുടെ ലക്ഷ്യം. മറിച്ച് ക്വാണ്ടിറ്റി ലക്ഷ്യം വെച്ച് പോയി കഴിഞ്ഞാൽ അതായിരിക്കും ഫസ്റ്റ് ഡിസീസ്. ദെൻ സെക്കൻഡ് വൺ, ലാക്സ് ഓഫ് കോൺസ്റ്റൻസി ഓഫ് പർപ്പസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡെമിങ്ങിൻ്റെ പോയിന്റിൽ സ്ഥിരതയില്ലാതെ പോകുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് പോകണം. ഒരു മെത്തേഡ് സ്വീകരിച്ചു,
ഇനി അതുമാത്രം എന്ന അല്ലെങ്കിൽ ഇറ്റ്സ് എനഫ് എന്ന് പറയുന്ന ഒന്ന് ഇല്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് പോകണം. അപ്പം അത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാതെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒന്നിൽ തന്നെ നിൽക്കുന്നു, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നേ ഇല്ല, അതൊരു ഡിസീസാണ്. മാനേജ്മെൻറ്റ് നശിപ്പിക്കുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സ് ഇറക്കുന്ന പ്രോഡക്റ്റ് കൂടുതൽ ഫീച്ചറുള്ള പ്രോഡക്റ്റുകളാകും, അത് കസ്റ്റമേഴ്സിന് കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കമ്പനിക്ക് കാലത്തിനനുസരിച്ച് മുന്നോട്ട് നീങ്ങാത്ത കമ്പനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവർക്ക് മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും. ദെൻ പെർഫോമൻസ് അപ്രൈസൽ ബൈ നമ്പേഴ്സ്. അവിടെ നമ്മൾ ഓരോ എംപ്ലോയീസും വർക്ക് ചെയ്യുന്നു, അവരെന്തുമാത്രം വർക്ക് ചെയ്യുന്നു എന്ന് അവരുടെ ഒരു ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം പോകുന്നു. അത് പാടില്ല. മറിച്ച് അവർ ചെയ്യുന്ന വർക്കിൽ അവരുടെ എഫേർട്ട് എന്താണ്, അവർ ചെയ്ത വർക്കിൻ്റെ വാല്യൂ എന്താണ് മനസ്സിലാക്കിക്കൊണ്ട് റെക്കഗ്നൈസ് ചെയ്ത് അവരെ എംപവർ ചെയ്ത് പോകുന്ന ഒരു രീതിയായിരിക്കണം സ്വീകരിക്കേണ്ടത്. അതല്ലാതെ അവരെന്ത് വർക്ക് ചെയ്തു, അതുപോലെ തന്നെ അവർക്ക് ഓരോ വർക്ക് ചെയ്യുന്നതനുസരിച്ച് റാങ്കിങ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് രീതിയിലാണ് പോകുന്നത് എങ്കിൽ അത് മാനേജ്മെൻറ്റ് ഉള്ള ഒരു ഡിസീസാണ്. മീൻസ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എംപ്ലോയീസിൽ തന്നെ റാങ്കിങ് വരും. അവിടെ അവരുടെ പ്രൊഡക്ടിവിറ്റി മാക്സിമം വരില്ല. അവർ ജോബിനെ ലവ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരാതെ വരും. ദെൻ ഷോർട്ട് ടൈം വ്യൂ ഓഫ് ഓർഗനൈസേഷൻ. കുറച്ച് കാലത്തേക്ക് മാത്രം ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. മാനേജ്മെൻറ്റ് ഒരു ഇത്ര മാസം അല്ലെങ്കിൽ ഇത്ര വർഷത്തേക്ക് നമുക്ക് TQM എന്ന് പറയുന്ന ഒരു അപ്രോച്ച് സ്വീകരിച്ചുകൊണ്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് നോക്കാം എന്നൊരു രീതിയിൽ പോകുമ്പോൾ അവിടെ ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടില്ല. മറിച്ച് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് അല്ല, അത് ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു കമ്പനി ഉള്ളിടത്തോളം കാലം അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതല്ലാതെ ഇതൊരു ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പ്രോസസ്സല്ല. ദെൻ മൊബിലിറ്റി ഓഫ് മാനേജ്മെൻറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നില്ല. മാനേജ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നൊരു കേസിലാണ്, അല്ലെങ്കിൽ സുപ്പീരിയേഴ്സ് മാനേജേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നൊരു കേസാകുമ്പോൾ അവിടെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് ഉണ്ടാവില്ല. ദെൻ അടുത്ത ഡിസീസാണ് എക്സസീവ് മെഡിക്കൽ കോസ്റ്റ്, എക്സസീവ് ലീഗൽ കോസ്റ്റ്. ഇത്രയാണ് 7 ഡിസീസസ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്ത ക്വാളിറ്റി ഗുരുവായ ജോസഫ് എം ജുറാൻ്റെ കോൺട്രിബ്യൂഷൻസ് നോക്കാം.